ഈ നിരാശ എന്ന് പറയുന്ന സാധനമാണ് ഇല്ലാതായത് പിന്നീട് അത് ആ നിരാശ ഇല്ലാതാവാൻ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്, ഒരുപാട് കാലമെടുത്തിട്ടുണ്ട്. ഭഗവത്ഗീത പഠിച്ചതിന് ശേഷവും സമയമെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യണം. അവിടെ ഭഗവത്ഗീതയുമായിട്ട് അത് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ നിരാശയിൽ നിന്നും നമ്മൾ മുക്തമാവുന്നത്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. നമുക്ക് കർമ്മം ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ, അതിൻ്റെ ഫലത്തിൽ നമുക്ക് യാതൊരു റൈറ്റുമില്ല. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. കർമ്മത്തിൽ മാത്രമാണ് നമുക്ക് അധികാരമുള്ളത്, അതിൻ്റെ ഫലത്തിൽ അധികാരമില്ല. ഒരു ചെടി നമുക്ക് നടാം, അത് വളർന്ന് പന്തലിച്ച് അതിൽ നിന്ന് ഒരുപാട് ഫലം കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അത് വളരുകയും പന്തലിക്കുകയും അതിൽ നിന്ന് ഫലം ഉണ്ടാവുകയും ചെയ്യുന്നത് അതിൻ്റെ യോഗം പോലെ ഇരിക്കും. അപ്പം നമ്മൾ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമേ ഇവിടെ നടക്കുള്ളൂ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കുക. ഈ നിമിഷം നമ്മളൊന്ന് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുക. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും കാലത്തെ നമ്മുടെ ജീവിതം ആരോ എഴുതിയ കൃത്യമായ തിരക്കഥയുടെ ഭാഗമായിരുന്നു എന്നുള്ളത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് നമ്മൾ ഒരു അദൃശ്യമായ ശക്തി നമ്മളെ കൊണ്ട് ഇങ്ങനെ തട്ടി ഇവിടെ എത്തിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവും.